Hey guys, welcome back to the channel. Guys, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് കളർ പ്രഡിക്ഷൻ ഗെയിം കളിച്ചിട്ട് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനകത്തിൽ എങ്ങനെ കളർ പ്രഡിക്ഷൻ ഗെയിം കളിക്കാം, എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം, എങ്ങനെ അത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കണം, അതേപോലെ ലൈക്കും ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യത്തെ കാണുന്നതാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് ഇന്റർഫേസ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് അതിന് പിൻ കവറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ല ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം വീഡിയോ മുഴുവൻ കണ്ടിട്ട് മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പല പല ഗെയിംസ് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനകത്തുള്ള കളർ പ്രഡിക്ഷൻ ഗെയിമിനെ പറ്റിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് കളർ പ്രഡിക്ഷൻ ഗെയിം കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗെയിംസിന്റെ ഇന്റർഫേസ് നോക്കി കഴിഞ്ഞാൽ കുറെ ഗെയിംസ് ഉണ്ട്. അപ്പൊ അതിനകത്തിലായിട്ട് അവസാനമായിട്ട് വിൻഗോ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് 3 കളറാണ് വരുന്നത്, ഗ്രീന്, വയലറ്റ്, റെഡ് എന്നുള്ള 3 കളറുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രഡിക്ഷൻസ് വെക്കാൻ കഴിയുന്നതാണ്. നമ്പർ ആണെന്നുണ്ടെങ്കിൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പർ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് പ്രഡിക്ഷൻ വെക്കാൻ കഴിയും. നമ്മൾ കളർ ഇപ്പൊ ഗ്രീന് അല്ലെങ്കിൽ റെഡ് വെക്കുന്ന സമയത്ത് നമുക്ക് 2 ഇരട്ടിയായിട്ടും, വയലറ്റ് വെക്കുന്ന സമയത്ത് 4.5 ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്പർ വെക്കുന്ന സമയത്ത് 9 ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടായാലും നമുക്ക് ട്രെൻഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവിടെ ആയിട്ട് ഇപ്പൊ അവസാനം 2 വട്ടം ഗ്രീൻ ആണ് വന്നത്, അതിന് മുന്നേ റെഡ്, അതിന് മുന്നേ ഗ്രീന്, അതിന് മുന്നേ റെഡ്. അപ്പൊ ഒരു ഓൾട്ടർനേറ്റ് ട്രെൻഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അതിൽ 10, 50, 200, 1000 അങ്ങനെ ഓപ്ഷനുകൾ നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇവിടെ ആയിട്ട് ഒരു ബോൾ ഉണ്ട്, കുറെ ഒരു ബൗളിനകത്തിൽ കുറെ ബോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു ബോൾ വരുമ്പോൾ അത് ഗ്രീൻ ആണ് റെഡ് ആണെന്ന് നോക്കിയിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പൊ പിന്നെ ഗ്രീൻ തന്നെയാണ് വന്നിരിക്കുക. അപ്പൊ അടുത്ത് ഇനി മിക്കവാറും റെഡ് വരാനാണ് ചാൻസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിട്ടാല് 50 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 50 ആണെന്നുണ്ടെങ്കിൽ റെഡിൽ നമ്മളിപ്പോ 50 വെച്ചിട്ട് നമുക്ക് നോക്കാം ഈ പ്രഡിക്ഷൻ എന്താവും ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ 50 ഇപ്പൊ സെലക്ട് ചെയ്ത് 50 എന്നുള്ള ആ ഒരു കോയിൻ സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൽ കൊണ്ടുവന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 50 എഴുതി കാണിക്കും. അപ്പൊ ഇതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം ഈ വിന്നാവോ ഇല്ലയോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൈം ഉണ്ട്, ഒരു 15-20 സെക്കൻഡ് ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ പ്രഡിക്ഷൻ വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഈ ഒരു ബോൾ ഇങ്ങനെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഒരു ബോൾ വരും. ഇവിടെ നമുക്ക് റെഡ് ആണ് വന്നിരിക്കുക. അപ്പൊ നമ്മളിവിടെ വിൻ ആയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആയിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു 50 നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് 100 ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പ്രഡിക്ഷൻ വന്നിട്ട് ഇപ്പൊ അടുത്ത് നമ്മൾ ഇനിയിപ്പം ഗ്രീൻ ആണ് വെക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഗ്രീനിൽ അതിൽ 50 വെച്ചിട്ട് നമുക്ക് നോക്കാം ഇതെന്താവും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്ക് അതിൽ 50 വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 50 വെച്ച് നമുക്ക് കിട്ടിയോണ്ട് നമ്മൾ പിന്നെ 50 തന്നെയാണ് വെക്കുന്നത്. ഇപ്പൊ ബൈ ചാൻസ് ആ പ്രഡിക്ഷൻ നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഇതിന്റെ ട്രിപ്പിൾ ആയിരിക്കും വെക്കുന്നത്. നമ്മൾ 150 ആയിരിക്കും പിന്നെ വെക്കുന്നത് അതിൽ. അപ്പൊ അത് നമുക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ 50 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ 50 ലോസ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത് വെക്കാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ഗ്രീൻ തന്നെ വെക്കാൻ പോകണം. ഇവിടെ ഇപ്പൊ നമ്മൾ 150 നമ്മൾ ഗ്രീനിൽ ഇപ്പൊ വെക്കാൻ പോകുന്നത്. 150 നമ്മളിപ്പോ ഗ്രീനിൽ നമ്മളിപ്പോ 150 നമ്മൾ വെച്ച് നമുക്ക് നോക്കാം ഇത് ഇപ്പം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നാലും. അപ്പൊ ഇവിടെ ഇപ്പൊ ഇനിയിപ്പം 5 സെക്കൻഡ് ബാക്കിയുള്ള ടൈമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം 150 നമ്മൾ ഗ്രീനിൽ വെച്ചിട്ടുണ്ട്. അപ്പം ട്രെൻഡ് വെച്ചിട്ടാണ് ഇപ്പൊ 2 റെഡ് അവസാനം വന്നു. ഇനിയിപ്പോ അടുത്തത് ഗ്രീൻ വരാനാണ് ചാൻസ് കൂടുതലുള്ളത്. അതിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞില്ലേ ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ തന്നെ വന്നു. ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഡബിൾ ആയിട്ട് തന്നെ കിട്ടി. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് നമ്മളപ്പോൾ ട്രെൻഡ് നോക്കുക, ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ പ്രഡിക്ഷൻസ് ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനകത്ത് പ്രഡിക്ഷൻ ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിന് നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. റെഫറാൻഡ് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുമ്പോൾ ഏകദേശം 200 രൂപ കിട്ടും. നമ്മൾ അങ്ങനെ 10 പേര് റെഫർ ചെയ്ത് ഏകദേശം 200 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 പേരെ റെഫർ ചെയ്ത് ഏകദേശം 400 രൂപ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുമ്പോൾ 20 രൂപയാണ് നമുക്ക് കിട്ടുന്നതാണെന്നുണ്ടെങ്കിലും. ഇനി പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്യാഷിനെ ആഡ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ ആഡ് ക്യാഷ് ഉള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 100, 300, 500 അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. 500 രൂപ നമ്മൾ ക്യാഷ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 5% എക്സ്ട്രാ കമ്മീഷൻ അല്ലെങ്കിൽ ബോണസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ 25 നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എമൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ചെറിയ എമൗണ്ട് ഒക്കെ ആഡ് ചെയ്യുക, 100, 300, 500 അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക. നിങ്ങൾ അല്ല വലിയ എമൗണ്ട് ആദ്യം തന്നെ ആഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ക്യാഷ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ ക്യാഷിനെ വിഡ്രോ ചെയ്യുന്നത് പറയുന്നത് ഇവിടെ വിഡ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ
1000 സെലക്ട് ചെയ്ത് വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ചോദിക്കും. കൺഫർമേഷൻ നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുക. അവിടെ സക്സസ് എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏകദേശം 10-15 മിനിറ്റുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് വരുന്നതായിരിക്കും. ബൈ ചാൻസ് നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പം ബാങ്കിൽ അക്കൗണ്ട് എന്തെങ്കിലും ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. പക്ഷേ വിത്തിൻ ദ സെയിം ഡേ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കളർ പ്രഡിക്ഷൻ കളിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ക്യാഷ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾ അതിൽ ചെറിയ എമൗണ്ട് ആഡ് ചെയ്യുക. വലിയ എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എറർ വല്ലതും വന്നു കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു എമൗണ്ട് ഇതിനകത്തിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ അതിന് ഡെബിറ്റ് ആവും. പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ വരാൻ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് മാത്രമേ നിങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. പിന്നെ ഈ ഒരു ചാനൽ അതിൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.